കർമ്മ വൈകാം, പക്ഷേ കണക്കു തെറ്റില്ല. ഒരു ചോദ്യം മാത്രം. ക്യാമറയുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവരോട് സംസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും സ്വന്തം ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് സങ്കടം തോന്നുന്നില്ല? ഇന്ത്യയിലെ പ്രമുഖ നേതാവ് പാതിരാത്രി വന്ന് സങ്കടം പറയുകയാണ്. അവർ എന്നെയും എൻ്റെ അമ്മയെയും തെറി വിളിച്ചു, പക്ഷേ വിശാല ഹൃദയനായ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാം സാംസ്കാരികമായി വളരണം. കേൾക്കാൻ നല്ല വാക്കുകളാണ്, പക്ഷേ ആ വാക്കുകൾ പറയുന്ന ആൾ ഒരിക്കൽ സ്വന്തം ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ എത്ര തവണ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. അവരുടെ കുടുംബങ്ങളെയും പൂർവികരെയും വരെ വലിച്ചിഴച്ച് എത്ര തവണ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് എത്ര തവണ വിവാദപരമായ പരാമർശങ്ങൾ നടത്തി. ഇതൊന്നും മറന്നിട്ടാണോ ഇന്ന് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന വിശാല ഹൃദയത്തിൻ്റെ പ്രസംഗം? എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഇന്ന് നിങ്ങളെ തെറി വിളിച്ചെന്ന് പറയുന്ന ആ യുവാക്കൾ നിങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന് മാത്രമാണോ, അതോ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരും ആ കൂട്ടത്തിലുണ്ടോ? ഉത്തരം രണ്ടാമത്തേതുമാണെങ്കിൽ ഒരു ചോദ്യം കൂടി ബാക്കിയാവും. ഈ തെറിവിളിയുടെ സംസ്കാരം ഈ രാജ്യത്ത് വിതച്ചതാരാണ്? രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഭാഷ സാധാരണമാക്കിയതാരാണ്? വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ അപമാനിക്കുന്ന രാഷ്ട്രീയ ശൈലി ജനപ്രിയമാക്കിയതാരാണ്? മനുഷ്യ സമൂഹം എന്നത് കാണുന്നതും കേൾക്കുന്നതും അനുകരിക്കുന്നവരാണ്. അതിനാൽ ഇന്ന് കൊയ്തെടുക്കുന്നത് ഇന്നലെ വിതച്ചതാണോ എന്ന് ചിന്തിക്കേണ്ട സമയം വന്നില്ലേ? കാരണം ഈ ലോകത്ത് ഒരു നിയമമുണ്ട്: കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കർമ്മ വൈകാം, പക്ഷേ കണക്കു തെറ്റില്ല.